ഹായ് ഫ്രണ്ട്സ്, അസ്സാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബദറൂസ് വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പോൾ ഇവിടെയും അൽഹംദുലില്ലാ. അപ്പോൾ ഇത് 2 ദിവസം മുമ്പ് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നല്ലോ, ആ ദിവസത്തെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ടാപ്പിങ്ങിന് ഒക്കെ വെട്ടാൻ പോകുന്നതിന് മുമ്പ് എന്നോടൊരു കാര്യം ചോദിച്ചു കേട്ടോ. അപ്പോൾ പട്ടാമ്പി പുഴയൊക്കെ നിറഞ്ഞിട്ടുണ്ട്, അതായത് ഭാരതപ്പുഴ നിറഞ്ഞിട്ടുണ്ട്, നിനക്ക് കാണണമെന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ അത് കേൾക്കേണ്ട താമസം ഞാനുണ്ട് എന്ന് പറഞ്ഞു. നമുക്കൊരു വീഡിയോയും ആയല്ലോ. അങ്ങനെ മക്കൾ 3 പേരും വീട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെള്ളിയാഴ്ച ദിവസമാണ്, അവർക്കൊന്നും സ്കൂളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഞാനും ഇക്കയും കൂടെ ഭാരതപ്പുഴ നിറഞ്ഞത് കാണാൻ പോവുകയാണ് കേട്ടോ. രാവിലെ നേരത്തെ ഒരു 6:30 ആയിട്ടോ. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വാർട്ടേഴ്സിൽ നിന്ന് ഇങ്ങനെ മെയിൻ റോഡിലേക്ക് എത്തുന്ന വഴി കേട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ആയുർവേദിക് ആശുപത്രിയൊക്കെ ഉണ്ട്, എല്ലാ സൗകര്യവും ഉണ്ട് കേട്ടോ നമുക്കിവിടെ. അപ്പോൾ ഇതായി റബ്ബർ തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ക്വാർട്ടേഴ്സൊക്കെ കാണാൻ കഴിയും. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഒന്ന് വീഡിയോ സ്പീഡ് കൂട്ടിയതാണ് കേട്ടോ, ലെങ്ത്ത് കൂടണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഈ റോഡ് നേരെ പോകുന്നത് മരുതൂർ സെൻറ്ററിലാണ്. അവിടെ നിന്ന് ഒരു റോഡ് ഇടത് ഭാഗത്തേക്ക് പോയാൽ ചെറുപ്പുളശ്ശേരി, വലത് ഭാഗത്തേക്ക് പോകുമ്പോൾ പട്ടാമ്പി കേട്ടോ. അപ്പോൾ ഈ പാടമൊക്കെ കണ്ടില്ലേ, ഈ ഭാഗത്ത് ഈ കൊമ്പങ്കാട് കോയ എന്ന് പറയുന്നൊരു യൂട്യൂബ് ചാനലുണ്ടല്ലോ. അപ്പോൾ അവർ 1-2 ഷോർട്ട് ഫിലിമൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്യാനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയുള്ളൊരു തോടുണ്ട്, അതും നിറഞ്ഞ പോലെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ പോവാണ്. ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ട്, നല്ലതൊന്നും കാര്യമാക്കിയൊന്നുമില്ല. അയ്യാൻകുട്ടി എണീറ്റിട്ടില്ല, ആദിലും എണീറ്റില്ല കേട്ടോ. അപ്പോൾ മോള് മാത്രം എണീച്ചിട്ടുള്ളൂ. അപ്പോൾ അവർക്കുള്ള ചായയൊക്കെ ഞാനവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ 2 പേരും എണീച്ചാൽ എന്തായാലും കൂടെ വരണം പറഞ്ഞ് ബഹളമായിരിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇപ്പോൾ ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥ. മഴ പെയ്ത് കഴിഞ്ഞാൽ ആകെ എന്താ പറയുക, നമുക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ ഇതിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ. അപ്പോൾ ഞാനിതിലൂടെയൊക്കെ കൂടെ പട്ടാമ്പിക്കൊക്കെ പോകുമ്പോൾ ഞാൻ പറയും, എന്നെ ഈ ഒരു എവിടെയെങ്കിലും അരികത്തൊന്ന് ഇറക്കി വിട്ടാൽ മതി, ഈ റോഡ് കുണ്ടും കുഴിയും കഴിയണത് വരെ ഞാൻ നടന്നു വന്നോളാം, അവിടെ നിന്ന് ഞാൻ വണ്ടിയിൽ കയറാമെന്ന് പറയും കേട്ടോ. അപ്പോൾ ഒക്കെ പറയും, ഞാനല്ലേ വണ്ടി ഓട്ടണത്, നീയല്ലല്ലോ, അവിടെ മിണ്ടാതിരുന്നാൽ മതി പറയും. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ ഒന്നൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. തിരിച്ചിങ്ങോട്ട് വരുമ്പോഴുണ്ടല്ലോ നല്ലൊരു കാഴ്ചയായിരുന്നു. ഈ റോട്ടിലൊക്കെ ഓരോ കുട്ടി കുട്ടി വാഴകൾ നട്ടിരുന്നു കേട്ടോ. അതിൽ നിന്നിട്ട് നമ്മുടെ പട്ടാമ്പിയിലെ MLA, പിന്നെ നമ്മുടെ മുഖ്യമന്ത്രി, അങ്ങനെ ഇവരുടെയൊക്കെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഫോട്ടോസൊക്കെ അങ്ങനെ വെച്ചത് കണ്ടപ്പോൾ കുറേ പേര് അവിടെ ഫോൺ കൊണ്ട് വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലും അങ്ങനെയൊക്കെ ആയിരുന്നു. കുറേ പേര് ഇങ്ങനെ ചിരിച്ചിട്ട് ഓരോന്ന് പറയണുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് പട്ടാമ്പി റോഡിൻ്റെ അവസ്ഥയൊക്കെ എങ്ങനെയാണ്? ഇതിപ്പോൾ രാവിലെ നേരത്തെ ആയതുകൊണ്ട് ഇവിടെ വലിയ ബ്ലോക്കും ട്രാഫിക്കൊന്നും ഇല്ല കേട്ടോ. അതല്ലെങ്കിലൊക്കെ നമുക്ക് നല്ല ബ്ലോക്കാണ് കേട്ടോ. പെട്ടെന്നൊന്നും ഒരു പട്ടാമ്പിക്ക് പോകുക പറഞ്ഞാൽ കഴിയില്ല, അത്രയും ഒരു ഇടങ്ങേറ് പിടിച്ചൊരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ഇവിടെ പുതിയ കവിത ജ്വല്ലറി, ഇമാനുവൽ, അങ്ങനെ ഒരുപാട് ഷോപ്പുകളൊക്കെ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ആദ്യം പട്ടാമ്പിയിൽ വരുമ്പോഴൊന്നും ഇതുപോലെ അങ്ങനെ അധികം കടകളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴൊക്കെ നല്ലൊരു പുരോഗമനമൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇതെത്തുന്നത് ഈ സിഗ്നലിൻ്റെ അവിടെ എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് വലത്തോട്ട് പോകുന്ന റോഡുണ്ട്, അത് കൊപ്പം, പുലാമന്തോൾ, വളാഞ്ചേരി, മലപ്പുറം ആ ഭാഗത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കവിത ജ്വല്ലറി, ഇമാനുവൽ ടെക്സ്റ്റൈൽസൊക്കെ ഇവിടെ തന്നെയാണ്. അപ്പോൾ ഇത് സിഗ്നലിൻ്റെ അവിടെ എന്ന് പറയണ്ട. അപ്പോൾ ഈ കണ്ടില്ലേ, ഈ കാണുന്ന അവിടെ നിന്ന് വലത്തോട്ടൊരു റോഡുണ്ട്, അതാണ് മലപ്പുറം, പുലാമന്തോൾ, കൊപ്പം, വളാഞ്ചേരി, കോഴിക്കോട് ആ റോഡാണ് കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് നേര് പോകുന്നതാണ് പട്ടാമ്പി സ്റ്റാൻഡിലേക്ക്, നിള ഹോസ്പിറ്റൽ, പള്ളിപ്പുറം റോഡ്, അങ്ങനെയാണ്. അപ്പോൾ ഈ പോകുന്ന വഴിക്കാണ് ഈ പോലീസ് സ്റ്റേഷൻ, അങ്ങനെ അതൊക്കെ ഉള്ളത് കേട്ടോ. പിന്നെ ഇവിടെയും ഭയങ്കര മോശം തന്നെയാണ് റോഡ്. ഒരുപാട് നമുക്കിങ്ങനെ സ്പീഡിലൊന്നും പോകാനൊന്നും കഴിയില്ല. പിന്നെ ഇങ്ങനെ ഈ കേരളത്തിലൊക്കെ ഇങ്ങനെ വണ്ടി ഓട്ടിയവരൊക്കെ ഉണ്ടെങ്കിൽ, വണ്ടി ഓട്ടി പഠിച്ചവർക്ക് പിന്നെ എവിടെ പോയാലും സിമ്പിളായിട്ട് വണ്ടി ഓട്ടാൻ കഴിയും കേട്ടോ. അപ്പോൾ വണ്ടി ഓട്ടി പഠിക്കണമെങ്കിൽ ഇതുപോലത്തെ റോഡിൽ വണ്ടിയൊക്കെ ഓട്ടി പഠിച്ച് ലൈസൻസ് എടുത്താൽ പിന്നെ എവിടെ പോയാലും അവർക്ക് കണ്ണടച്ച് വണ്ടി ഓട്ടാം, അത്രയ്ക്കും എക്സ്പീരിയൻസ് ആണല്ലേ. അങ്ങനെ ഇങ്ങനെ ഓരോ കുണ്ടും കുഴിയും വെട്ടിച്ചും ചാട്ടിച്ചിട്ടൊക്കെ പോകുന്നുണ്ട്. ഇങ്ങനെ റോഡിൽ കുണ്ടും കുഴിയൊക്കെ ഉണ്ടാകുമ്പോൾ വലിയ വാഹനക്കാർക്കൊന്നും വലിയൊരു ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. നമ്മളെ പോലെ ഇരുചക്ര വാഹനം ഓട്ടിക്കുന്നവർക്കാണ് ശരിക്കും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടുക. വളരെ ശ്രദ്ധിച്ചോട്ടണം. ഓരോ കുണ്ടും കുഴിയിലും പെടണ്ടെന്ന് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ചൊക്കെ ഓട്ടുമ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഓരോ അപകടങ്ങളൊക്കെ ശരിക്കും ഉണ്ടാവുന്നത്. അങ്ങനെ ഞങ്ങളതായി പുഴൻ്റെ അരികിലെത്തിയിട്ടോ. അപ്പോൾ ഇതിങ്ങനെ പോകുന്ന റോഡ് ഗുരുവായൂരാണ് കേട്ടോ.
ഈ റോഡ് നേരെ പോകുന്നത് ഗുരുവായൂർക്കാണ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് തിരിയുന്നതിന് മുമ്പ് അങ്ങോട്ട് പോയാൽ അത് പട്ടാമ്പി സ്റ്റാൻഡാണ്. അങ്ങനെ ആ പട്ടാമ്പി പുഴയെത്തി. അപ്പോൾ ഇതാണ് ഭാരതപ്പുഴ. തലേ ദിവസം ഇതിനേക്കാളും കൂടുതൽ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് ഒക്കെ പറഞ്ഞിരുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ ഇന്ന് വന്നത്. അപ്പോൾ ഒരുപാട് പേര് ഇവിടെ പുഴന്നിറങ്ങി പോകുന്നത് കാണാനൊക്കെ വന്നിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് തോണിപ്പാടം ആലത്തൂർ ഭാഗത്തൊരു കുട്ടി കുളിക്കാനൊക്കെ ഇറങ്ങി ഒഴുക്കിൽപ്പെട്ടു. എന്നിട്ട് ആ 2 ദിവസം കഴിഞ്ഞിട്ട് ആ കുട്ടിനെ കിട്ടിയത് ഈ ഭാഗത്തു നിന്നാണ് എന്നിട്ട് അവിടെ ഇവരൊക്കെ പറയുന്നത്. ഭാരതപ്പുഴയിൽ നിന്നാണ് കിട്ടിയത്. ഗായത്രിപ്പുഴൻ്റെ അവിടെ നിന്നാണ് കുട്ടി ഇങ്ങനെ കുളിക്കാനൊക്കെ ഇറങ്ങിയത്. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഈ മാതിരി വെള്ളം തിളച്ച് മറിഞ്ഞ് ഇങ്ങനെ പുഴയിൽ കുത്തൊഴുക്കായിട്ട് വരുന്ന സമയത്തൊക്കെ കുട്ടികൾ എന്തിനെങ്ങനെയൊക്കെ കുളിക്കാനൊക്കെ ഇറങ്ങുന്നത് അല്ലേ. അപ്പോൾ കുളിക്കാൻ ഇറങ്ങിയ കുട്ടിയല്ല, കുളിക്കാൻ ഇറങ്ങിയ പുഴയിൽ പെട്ട കുട്ടിനെ രക്ഷിക്കാൻ പോയ കുട്ടിയാണ് ഒഴുക്കിൽപ്പെട്ടത്. അങ്ങനെയൊക്കെയാണ് കേട്ടത്. അങ്ങനെ എനിക്ക് ഈ ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ നല്ല പേടിയൊക്കെ ഉണ്ട് കേട്ടോ. ആ എരമ്പും ആ വെള്ളം പോകുന്ന ആ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ നല്ല പേടിയൊക്കെ ഉണ്ട്. എന്നാലും നമുക്കൊരു വീഡിയോയും വേണമല്ലോ എന്നൊക്കെ കരുതി ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തതാണ്. അപ്പോൾ ആ പോകുന്ന റോഡ് നേരെ പോകുന്നത് ഗുരുവായൂരാണ് കേട്ടോ. അത് അങ്ങോട്ടുള്ള റോഡാണ്. പിന്നെ ഈ ഭാഗത്തുനിന്ന് കുറച്ച് നേരമൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ പുഴൻ്റെ അപ്പുറത്തെ മറു സൈഡ് പോയിട്ടാണ്. അങ്ങനെ ആ ഭാഗം കൂടെ ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് വെച്ചിട്ട് പിന്നെ അങ്ങോട്ട് കൂട്ടിയിട്ട് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ തന്നെ കണ്ടത് മതി, ഇനിയൊന്നും എവിടേക്കും പോകണ്ട എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. കാരണം ഇതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ അങ്ങനത്തെ ഒരു സൗണ്ടാണ്. ആ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ എനിക്കൊക്കെ സത്യം പറഞ്ഞാൽ ഒരു പേടി പോലെയാണ് കേട്ടോ തോന്നുക. എന്നിട്ട് ഞങ്ങളത് ഈ ഭാഗത്ത് വന്നു. ഇങ്ങനെ ഈ ഭാഗത്തൊക്കെ വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കുറേ നേരം നോക്കി നിന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ആ പാലത്തിൻ്റെ എത്ര അളവിൽ വെള്ളമുണ്ട് എന്നൊക്കെ നമുക്ക് ശരിക്കും കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ പാലം മുട്ടിയില്ല എന്നുള്ള രീതിക്കൊക്കെയാണ് വെള്ളം നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ മീതെ കൂടെ ഇങ്ങനെ വണ്ടികളൊക്കെ പോകുന്നത് കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഇപ്പുറത്ത് ഇനി പുതിയൊരു പാലമൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ പണികളൊക്കെ സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട് കേട്ടോ, തുടങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കമ്പിയാണ് കേട്ടോ അവിടെ കാണുന്നത്. ഈ ത്രികോണം പോലെ ഒരു കമ്പിയൊക്കെ കണ്ടില്ല, അത് ഇപ്പുറത്ത് ഇങ്ങനെ പാലം പണിയൊക്കെ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഭാഗത്ത് കാണുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ അപ്പോൾ ഇക്ക പറയുന്നുണ്ട് പ്രളയ സമയത്തൊക്കെ ഇവിടെ ഫുള്ള് ഈ ഭാഗത്ത് നിന്ന് എല്ലാവരും ഒഴിപ്പിച്ചിരുന്നു. ഇവിടെ തോണി കൊണ്ടുവന്നിട്ടൊക്കെയാണ് ഓരോരുത്തരുടെ വീട്ടിൽ നിന്നൊക്കെ ഇതിലൂടെ എടുത്തിട്ട് പോയത് എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ ഭാഗത്ത് റോഡിലാണ് കേട്ടോ വന്ന് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെയും കുറേ പേര് വന്ന് ഇങ്ങനെ വീഡിയോ എടുക്കണമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കുറേ പേര് പണിക്ക് പോകണവരൊക്കെ ഇവിടെ വന്ന് വണ്ടിയൊക്കെ നിർത്തി അങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിത് വീട്ടിലൊക്കെ എത്തിയിട്ട് അപ്പോൾ നമുക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള ക്വാർട്ടേഴ്സിൽ നമ്മുടെ ഒരു അയൽവാസി കുറച്ച് പപ്സ് തന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് ആ കുട്ടികൾക്ക് കൊടുക്കുകയാണ്. പിന്നെ ഈ തോട്ടത്തിൽ പാലെടുക്കാനൊക്കെ പോകണം. ഇക്ക എന്നെ അവിടെ കൊണ്ടാക്കിയിട്ട് ഇക്ക വെട്ടാൻ പോവുകയൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ വീട്ടിലുള്ള അടുക്കളപ്പണിയിലൊക്കെ ചടപടാന്ന് ഞാൻ തീർത്തു. അപ്പോൾ അതിന് മുമ്പ് ആദ്യം തന്നെ തുണി കഴുകാനൊക്കെ ഇറങ്ങിയിട്ട് പിന്നെ തുണി കഴുകലൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ചോറും കറി ഉണ്ടാക്കലും അത് കഴിഞ്ഞിട്ടാണ് തോട്ടത്തിലൊക്കെ പോയത്. പിന്നെ അടുക്കളപ്പണിയിലൊന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ തോട്ടത്തിലൊക്കെ എത്തി വരുന്ന പിന്നെ പാലൊക്കെ എടുക്കലാണ്. അപ്പോൾ ഞാനും ഒക്കെയും കൂടിയിട്ടാണ് കേട്ടോ പാലൊക്കെ എടുക്കുന്നത്. അപ്പോൾ പാലൊക്കെ ഒന്ന് ആയി വരുന്നേ ഉള്ളൂ, വെട്ടിപ്പോൾ തുടങ്ങിയതല്ലേ ഉള്ളൂ. അപ്പോൾ കുറേ ഓരോ ദിവസം കഴിയുമ്പോഴേ നമുക്ക് പാലൊക്കെ ഒന്ന് കൂടുതലായി കിട്ടുള്ളൂ കേട്ടോ. പിന്നെ പാലൊക്കെ എടുത്ത് ഞങ്ങളിത് പാലിനെ ഒഴിക്കുകയാണ്. അപ്പോൾ ഇവിടെ പാലൊഴിക്കൽ പറഞ്ഞാൽ ഇവിടെ ഷീറ്റ് അടിക്കണം കേട്ടോ, നമുക്ക് ഷീറ്റ് ആക്കിയിട്ട് അടിക്കണം. അപ്പോൾ ആദ്യം പാൽ കൊണ്ടുവന്നിട്ട് ഇതേപോലെ ഒരു അരിപ്പിയിൽ ഇങ്ങനെ അരിച്ചൊഴിക്കുകയാണ് കേട്ടോ ചെയ്യുക. അതിലുള്ള വേസ്റ്റുകളൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ അതിലിങ്ങനെ ഒരു ഒട്ടുപാല് പോലെ ഇങ്ങനെ വേസ്റ്റുകൾ ആടയൊക്കെ ഇങ്ങനെ കിട്ടും. അത് മുഴുവൻ ഇങ്ങനെ അരിച്ച് മാറ്റിയെടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളത് ഷീറ്റാക്കുക. വേറൊരു ഡിഷുണ്ട്, ആ ഡിഷിൽ ഇങ്ങനെ ഓരോ ഈ 2 ലിറ്റർ പാല് വെച്ചിട്ട് എന്നിട്ട് ഒഴിക്കുന്നത്. പിന്നെ 2 ലിറ്റർ പാൽ, 1 ലിറ്റർ വെള്ളം, 1 ഔൺസ് ആസിഡ് ഇട്ടാൽ അങ്ങനെയാണ് ഒഴിച്ചിട്ട് ഇങ്ങനെ ഇളക്കി വയ്ക്കും. പിന്നെ വൈകുന്നേരം ആകുമ്പോഴേ ആ ഷീറ്റ് അടിക്കുകയുള്ളൂ. അപ്പോൾ ആ ഷീറ്റ് അടിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇനിയൊരു വീഡിയോയിൽ കാണിക്കുന്നതാണ് കേട്ടോ, അടിക്കുന്ന സംഭവങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ പഴയ ചാനലിലൊക്കെ ആ ഷീറ്റ് അടിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഒരുപാട് ഇട്ടിട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ പുതിയ ചാനലിൽ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇനിയൊരു ദിവസം കാണിക്കാം. അപ്പോൾ വീഡിയോ എല്ലാം കൂടെ ഒരു വീഡിയോയിലാകുമ്പോൾ ലെങ്ത്ത് കൊടുന്ന് വെച്ചിട്ടാണ് അങ്ങനെ ഒട്ടുകാലൊക്കെ അങ്ങോട്ട് മാറ്റിക്കളഞ്ഞു കേട്ടോ. അപ്പോൾ അതും ഉണങ്ങിക്കഴിഞ്ഞാൽ മുതലാളിമാർ അതും തൂക്കി കൊടുക്കുകയൊക്കെ ചെയ്യും, അതും പൈസ തന്നെയാണ് കേട്ടോ. ഇതേപോലെ ഷീറ്റ് അടിക്കുന്നതൊക്കെ
ഇതൊക്കെ അറിയണവരും പാലൊഴിക്കുന്നതൊക്കെ അറിയണവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ആരെങ്കിലും ടാപ്പിംഗ് ആരൊക്കെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് കമൻറ്റൊക്കെ ചെയ്യണേ. അങ്ങനെ ഇതാ ഞാൻ ഓരോ ഡിഷൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇനി ഷീറ്റൊക്കെ ഒന്ന് ഒഴിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഷീറ്റ് രാവിലെ ഇതുപോലെ ഞങ്ങൾ വെട്ടൊക്കെ കഴിഞ്ഞ ഉടനെ ഷീറ്റ് ഒഴിച്ച് വയ്ക്കും. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരത്താണ് വന്ന് ഷീറ്റൊക്കെ അടിക്കാറുള്ളത്. പിന്നെ ഷീറ്റ് അടിക്കുമ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ തിരിക്കുകയൊന്നും വേണ്ട. ശരിക്കും അതൊക്കെ ഒന്ന് മോട്ടർ വെച്ചിട്ടുണ്ട്, സ്വിച്ച് ഇട്ട് കൊടുത്താൽ മാത്രം മതി. എന്നാലും നല്ലപോലെ ഒന്ന് ശ്രദ്ധിച്ച് വേണ്ട ചെയ്യാൻ. അപ്പോൾ ഇതാ 2 ലിറ്റർ പാല്, പിന്നെ 1 ലിറ്റർ വെള്ളം, 1 ഔൺസ് ആസിഡ്, അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാനിത് ഒഴിക്കുന്നത്. അപ്പോൾ ആദ്യം ആസിഡ് ഒഴിച്ചു, പിന്നെ വെള്ളം ഒഴിച്ചു, പിന്നെ പാലാണ് ഒഴിക്കുന്നത്. എന്നിട്ട് ഈ ഡിഷിലേക്കൊന്നും ഇങ്ങനെ ആറ്റിയ പോലെ അങ്ങോട്ട് ഒഴിക്കാൻ കേട്ടോ, നല്ലപോലെ അങ്ങോട്ട് മിക്സ് ആയിക്കോളും. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.